പൊതുവേ ഹാഫ് കെ ജിയുടെ കേക്ക് കിട്ടുന്ന സമയത്ത് വല്ലാണ്ട് സന്തോഷമൊന്നും ഉണ്ടാവാറില്ല. പക്ഷേ ഇന്നത്തെ കേക്ക് നമുക്ക് കുറച്ച് സ്പെഷ്യലാണ് കേട്ടോ. കാരണം ഇന്നത്തെ നമ്മുടെ കേക്ക് കസ്റ്റമർ കട്ട് ചെയ്യണത് ഓർഫനേജിൽ വെച്ചിട്ടാണ് കേട്ടോ. അപ്പം ഈ ഒരു ഹാഫ് കെ ജിയുടെ കേക്ക് മാത്രമല്ല, വേറെ കട്ട് പീസസും ഉണ്ട്. നമ്മുടെ കസ്റ്റമറുടെ മോളുടെ ബർത്ത്ഡേ ആണ്. അവർ ഓർഫനേജ് വെച്ചിട്ടാണ് കേട്ടോ കേക്ക് കട്ട് ചെയ്യണത്. അപ്പം അവർക്ക് കട്ട് ചെയ്യാൻ വേണ്ടി മാത്രം ഒരു ഹാഫ് കെ ജിയുടെ കേക്കാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. പിന്നെ അവിടെ ഉള്ളവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് 1.5 kg പേസ്ട്രി ഉണ്ട് കേട്ടോ. രണ്ടും നമ്മൾ ചെയ്യേണ്ടത് വൈറ്റ് ഫോറസ്റ്റ് ആണ് കേട്ടോ. ഹാഫ് കെ ജിയുടെ കേക്കാണ് ഇപ്പോൾ നമ്മൾ ചെയ്തെടുക്കണത്. അപ്പം അതിൻ്റെ ഫിനിഷിങ് ഘട്ടത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് കേട്ടോ. പൊതുവേ ഹാഫ് കെ ജി കേക്കുകൾക്കൊന്നും ഞാനിങ്ങനെ ഫാൻസി ടൈപ്പ് ഡെക്കറേഷൻസ് ഒന്നും ചെയ്യാറില്ല. അപ്പം ഹാഫ് കെ ജി കേക്കുകൾക്ക് ഞാൻ പൊതുവേ ഡെക്കറേഷൻസ് എന്തെങ്കിലും വേണോ എന്ന് ചോദിക്കാറില്ല കേട്ടോ. കാരണം നമ്മുടെ ഇഷ്ടത്തിന് സിമ്പിളായിട്ടുള്ള എന്തെങ്കിലും ഡെക്കറേഷനാണ് ചെയ്യാറുള്ളത്. പക്ഷേ നമ്മുടെ കസ്റ്റമർക്ക് ഹാഫ് കെ ജി കേക്കിന് ഇത്തിരി മോഡേൺ ആയിട്ടുള്ള ഒരു ഫാൻസി ടൈപ്പ് എന്നാൽ സിമ്പിളായി തോന്നിക്കണ ഒരു ഡെക്കറേഷൻ വേണമെന്ന് പറഞ്ഞാൽ അപ്പോൾ 1-2 മോഡൽസൊക്കെ ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ നിന്നും ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ഡെക്കറേഷനാണ് അവർ തിരഞ്ഞെടുത്തത്. ഇതാണ് കേട്ടോ ഡെക്കറേഷൻ.